വെൽക്കം ബാക്ക്. നമ്മളപ്പോ നമ്മുടെ യൂണിറ്റ് 1ന്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് ഇനി യൂണിറ്റ് 1ന്റെ പാർട്ട് 2ൽ എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്കാം. നമ്മൾ പാർട്ട് 1ൽ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ? നമ്മുടെ PLI സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നമ്മൾ ടേംസുകൾ കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ദെൻ പാർട്ട് 2ലേക്ക് വരുമ്പോ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി നാഷണൽ ഹെൽത്ത് മിഷനെ കുറിച്ചാണ്. അതായത് ഗവൺമെന്റിന്റെ ഒരു ഇന്റർവെൻഷൻ ആണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയും. അപ്പൊ ഈ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നാഷണൽ ഹെൽത്ത് റൂറൽ മിഷനും ഉണ്ട്, നാഷണൽ ഹെൽത്ത് അർബൻ മിഷൻ, അതായത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും ഉണ്ട്, നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും ഉണ്ട്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആക്ച്വലി പേര് പോലെ തന്നെ റൂറൽ ഏരിയാസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2005. ദെൻ അർബൻ ഹെൽത്ത് മിഷൻ ആണെങ്കിലോ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2013. 8 വർഷങ്ങൾക്ക് ശേഷമാണ് അർബൻ ഹെൽത്ത് മിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ 2 സബ് മിഷൻസ് ആണ് ആക്ച്വലി NHMന് ഉള്ളത്. ഇനി NHMന്റെ വിഷൻ നോക്കിയേ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ യൂണിവേഴ്സൽ ആക്സസ് ടു ഹെൽത്ത് ഫെസിലിറ്റീസ് ആണ് എന്നുള്ളത് അല്ലെ? അപ്പൊ ഇവിടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു വിഷനും ഇത് തന്നെയാണ്. നോക്കിയേ, യൂണിവേഴ്സൽ ആക്സസ് ടു ഇക്വിറ്റബിൾ, അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ്. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടണം, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടണം, ദെൻ ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യണം, ആൻഡ് ഓൾസോ അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ടു പീപ്പിൾസ് നീഡ്സ്. അതായത് എന്താണ് ആൾക്കാരുടെ ആവശ്യം, പീപ്പിളിന്റെ വാട്ട് ഇസ് ദ നീഡ് ഓഫ് ദ സൊസൈറ്റി, അത് ഐഡന്റിഫൈ ചെയ്ത് അതനുസരിച്ചുള്ളതായിരിക്കണം. ആൻഡ് എഫക്റ്റീവ് ഇന്റർ സെക്ടറൽ കൺവേർജൻ ആക്ഷൻ. നമ്മൾ നേരത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇന്റർ റിലേറ്റഡ് ആണല്ലേ. ഇതെല്ലാം എഫക്റ്റീവ്ലി ഇന്റഗ്രേറ്റ് ചെയ്ത് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ യൂണിവേഴ്സൽ ആക്സസ് ഈ പറയുന്ന ഹെൽത്ത് ഫെസിലിറ്റീസിന് കിട്ടുക എന്നുള്ളതാണ് എന്താന്ന് പറയുന്നത് ഈ പറയുന്ന NHMന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ NHMനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. ഇതിന് മെയിൻലി 4 കമ്പോണൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് കമ്പോണന്റ് ആണ് ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റും, അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കി അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റം എങ്ങനെ സ്ട്രോങ് ആക്കാം, അതിനെന്തൊക്കെ ആവശ്യമാണ് അത് ഐഡന്റിഫൈ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ തന്നെ പറയുന്നത് ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത്. അതായത് ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെ, ഒരു മിനിമം ഇൻപുട്സ് എന്ത് വേണം, ക്വാളിറ്റി എങ്ങനെ വേണം, മിനിമം ക്വാളിറ്റി എങ്ങനെ മീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങള്. ദെൻ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് കാര്യങ്ങളല്ലേ. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പ്രോസസ് സപ്പോർട്ട് സർവീസ്, ഇതിലൊക്കെ പെർട്ടിക്കുലർ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ എന്തിനാ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ഒരു ഗ്യാപ്പ്, സ്കില്ല് എന്നതിന്റെ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് അല്ലെ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്താൽ ഒന്നും കൂടി എഫിഷ്യന്റ് ആയിരിക്കും അല്ലെ നമ്മുടെ മാൻ പവർ എന്ന് പറയുന്നത്. അപ്പൊ ആവശ്യത്തിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ്, അതായത് ഓരോ അസുഖങ്ങൾക്കും എന്താണ് ഇന്ന പ്രോട്ടോകോൾസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നാൽ, ഡിസീസ് വന്നാൽ ഇറ്റ് ഹാസ് ടു ഫോളോ സം പ്രോട്ടോകോൾസ്. ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും മെഡിസിന്റെ കാര്യത്തിലാണെങ്കിലും ഐസൊലേഷൻ വേണമെങ്കിൽ അങ്ങനെ. ഇപ്പൊ ദർ ഇസ് സർട്ടൻ പ്രോട്ടോകോൾസ് അല്ലേ. പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സൊസൈറ്റി ആൻഡ് യുണൈറ്റഡ് അൺടൈഡ് ഫണ്ട്സ്, അതായത് എന്താണ് കുറച്ച് ഫണ്ട് ക്രിയേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റി ക്രിയേഷൻ എന്ന് പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന പോലെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ എൻഷുറിങ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്താ പഠിക്കുന്നത് അല്ലെ. സോ പാർട്ടിസിപ്പേഷൻ ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ദെൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ്. ഇപ്പൊ ഹെൽത്ത് കെയർ സർവീസസിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന പ്രോഗ്രാംസ് വരാം. ദെൻ ഫ്രീ ഡ്രഗ് സർവീസ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഫ്രീ ഡ്രഗ് സർവീസ്, ഫ്രീ ഡയഗ്നോസ്റ്റിക് സർവീസ്. അതായത് എന്താണ് നമ്മൾ ഈ മെഡിസിൻസ് എന്നാണ് ഡ്രഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡിസിൻസ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടാനുള്ള കുറച്ച് പോളിസി, ഫ്രീ അല്ലെങ്കിൽ വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള റേറ്റിൽ കിട്ടാനുള്ള ഇതുണ്ട്. ദെൻ ആംബുലൻസ് സർവീസുകൾ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ സപ്പോർട്ട്
സ്റ്റേറ്റിന് ഇപ്പൊ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കും. ഇപ്പൊ നേഴ്സ്, ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പേഴ്സൺസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള പല സ്കീംസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ആക്ച്വലി നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ഇസ് റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ ന്യൂ ബോൺ ചൈൽഡ് ആൻഡ് അഡോൾസന്റ് ഹെൽത്ത്. അപ്പൊ ഇതിനുള്ളിൽ പറയുന്നത് ഈ പറയുന്ന പോലെ റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ അല്ലെങ്കിൽ കുട്ടി, അമ്മ, ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റേണൽ ന്യൂ ബോൺ അല്ലെങ്കിൽ ചിൽഡ്രൻ, ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ അഡോൾസന്റ് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെ വരുന്നവരെ ഒരു ഫോക്കസ് ചെയ്തുള്ള ഒരു പോർഷനാണ്. അപ്പൊ അതിനകത്ത് ആദ്യം പറയാനുള്ളത് ജനനി ശിശു സുരക്ഷാ കാര്യക്രം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. 2011 ജൂൺ 1 നമ്മുടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കിയേ. ഫ്രീ എൻടൈറ്റിൽമെന്റ് ഫോർ പ്രഗ്നന്റ് വുമൺ, അതായത് ഇപ്പൊ പ്രഗ്നന്റ് വുമണ് ഇപ്പൊ ക്യാഷ്ലെസ് ഡെലിവറി, ഈവൻ സി സെക്ഷൻ ആണെങ്കിലും മരുന്നുകൾ അല്ലെങ്കിൽ കൺസ്യൂമബിൾസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്സ് കാര്യങ്ങള്, ഡയറ്റ്സ് നോക്കുന്നത്, ബ്ലഡ്, പിന്നെ ചില ഹോസ്പിറ്റൽ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇവരെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ഒക്കെ ഉണ്ട്. ആഫ്റ്റർ അവരെ സ്റ്റേ ഫ്രീ ആയിട്ട് അവരുടെ വണ്ടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഈ ഒരു സ്കീമിന്റെ കീഴിൽ വരുന്നതാണ്. ഇനി ഇത് പ്രഗ്നന്റ് വുമണിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നേരെ സിക്ക് ആയിട്ടുള്ള ന്യൂ ബോൺസ് അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള ഇൻഫൻസിനുള്ളത് നോക്കിയേ. അവർക്കും ഈ പറയുന്ന പോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് വരുന്നുണ്ട്. ഡ്രഗ്സ്, കൺസ്യൂമബിൾ, ഡയഗ്നോസ്റ്റിക്സ്, ബ്ലഡ് വേണമെങ്കിൽ അത്, അങ്ങനത്തെ ഈ പറയുന്ന പോലെ ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ജനനി ശിശു സുരക്ഷാ കാര്യക്രം ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് ആണ്. ഇനി അടുത്ത ഇതേപോലത്തെ ഒരെണ്ണമാണ് രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം. ഇതും ഈ പറയുന്ന ഒരു പ്രോഗ്രാം ആണ്. 2014 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ച് അതിന്റെ ഉള്ളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂട്രീഷൻ, ദെൻ എന്തെങ്കിലും വയലൻസ്, ഈ പറയുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് കാര്യങ്ങൾ, ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന സ്വാസ്ഥ്യ കാര്യക്രമം പറയുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ ന്യൂബോൺ ചൈൽഡ് ആൻഡ് അഡോൾസന്റ് ഹെൽത്ത് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോഗ്രാംസ് ആണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പൊ ഇതില് നമ്മൾ ഓരോ രണ്ടിനെയും രണ്ടായി തിരിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസസും ഉണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ഉണ്ട്. ആൻഡ് ഇതിനെ രണ്ടിനെയും നമ്മൾ രണ്ട് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പല സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്ന യൂണിറ്റുകളാണ്. അപ്പൊ അതിനുള്ളിൽ കുറച്ച് വിശദമായിട്ട് പറയാം. ഇതിന് രണ്ടിനും പല സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടത്, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ റിസോഴ്സ് അലോക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. ആയുഷ്മാൻ ഭാരത് സ്കീം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇത് 3 സെക്ടറിൽ, അതായത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി സെക്ടർ ഉണ്ട്. 3 സെക്ടറിലും ഈക്വൽ ആയിട്ട് ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് ആയുഷ്മാൻ ഭാരത് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ സ്കീമില് ആക്ച്വലി പറഞ്ഞ 2 കമ്പോണൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് എന്ന് പറയും, HWCs, നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. സെക്കൻഡ് വൺ ഇസ് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന, PMJAY. ഇതും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആയുഷ്മാൻ ഭാരത് തന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള, നമുക്ക് എല്ലാം അറിയാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. സോ എന്താണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് എന്ന് നോക്കാം. സോ 2018 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തൊരു പ്രോഗ്രാം ആണ് ആക്ച്വലി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു 1,50,000 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്തു. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തേ? ഇപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സബ് സെന്റേഴ്സും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും എല്ലാം ഉണ്ടാവുമല്ലോ. ഇതിനെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് കുറച്ചും കൂടി ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത്, ഇപ്പൊ ഫ്രീ മെഡിസിൻസ് എന്ന് പറയുന്ന പോലെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാം സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ പ്രൊവൈഡ് ചെയ്ത്, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. Then it cover both maternal child health services and non-communicable diseases including
ഫ്രീ എസെൻഷ്യൽ ഡ്രഗ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സർവീസസ്. കണ്ടോ, ഇപ്പൊ മെറ്റേണൽ ഹെൽത്ത് ഇപ്പൊ നോക്കുന്നുണ്ട്, ചൈൽഡ് ഹെൽത്ത് നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. എല്ലാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും അവിടെ ട്രീറ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ മെഡിസിൻസ് അല്ലെങ്കിൽ ഫ്രീ ഡയഗ്നോസ്റ്റിക് സർവീസസ് എല്ലാം അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് എന്ന് പറയും. നെക്സ്റ്റ് ടോപ്പിക് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജനയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് PMJAY എന്ന് പറയുന്നത്. 2018 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒന്നാണ് PMJAY എന്ന് പറയുന്നത്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഹെൽത്ത് അഷുറൻസ് സ്കീമാണ് ആക്ച്വലി PMJAY എന്ന് പറയുന്നത്. ഭയങ്കര പ്രൗഡാല്ലേ അത് ആലോചിക്കുമ്പോൾ. നമ്മുടെ വേൾഡിലെ തന്നെ എപ്പോഴും നമ്മൾ പറയല്ലേ, നമ്മുടെ ഇന്ത്യൻ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഒരു അല്ലെ, ഫസ്റ്റ് നിൽക്കുന്ന ഒരു സെക്ടറാന്ന് പറയും. കോവിഡ് വന്നപ്പോഴും മറ്റും നമ്മളത് കണ്ടതുമാണ്. സോ നമ്മുടെ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഹെൽത്ത് അഷുറൻസ് സ്കീമാണ് PMJAY എന്ന് പറയുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 lakh ഹെൽത്ത് കവറേജ് ആണ്. അതായത് 5 lakhoളം മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർവീസസിന് ഒരു ഫാമിലിക്ക് കവറേജ് കൊടുക്കുന്നതാണ് ഫോർ സെക്കൻഡറി ആൻഡ് ഈ പറയുന്ന ടെറിഷറി, പ്രൈമറി സെക്ടർ അല്ല, സെക്കൻഡറി ടെറിഷറി ലെവൽസ് ഓഫ് ഹോസ്പിറ്റലൈസേഷന് 5 lakh അപ് ടു 5 lakh കവറേജ് കൊടുക്കുന്ന ഒരു സ്കീമാണ് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയേ. ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം, വേൾഡിലെ ലാർജസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ അഷുറൻസ് സ്കീമാണ് ആൻഡ് വിച്ച് ഇസ് ഫുള്ളി ഫിനാൻസ്ഡ് ബൈ ഗവൺമെന്റ്. ഫുൾ ഫിനാൻസും മീറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്, നമ്മുടെ ഗവൺമെന്റ് ആണ്. 5 lakhs പെർ ഫാമിലി പെർ ഇയർ ആണ്. അതായത് ഫാമിലിയിൽ ഒരു ഫാമിലിക്ക് 5 ലക്ഷം ഒരു വർഷത്തേക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നിയർലി 10.74 crore poor and vulnerable entitled ഫാമിലീസ് ആർ എലിജിബിൾ ഫോർ ദീസ് ബെനിഫിറ്റ്സ്. അപ്പൊ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്, പുവർ ആയിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള ഫാമിലീസിന്. അവരാണല്ലോ അത് വേണ്ട ആൾക്കാർ. സോ 10.7 crore പീപ്പിൾ ആണ് ഇതുകൊണ്ട് ബെനിഫിറ്റഡ് ആവുന്നതെന്നാണ് പറയുന്നത്. ക്യാഷ്ലെസ് ഹെൽത്ത് കെയർ സർവീസ്, റീഇംബേഴ്സ്മെന്റ് റീഫണ്ട് അങ്ങനെ ഒന്നുമല്ല, ക്യാഷ്ലെസ്. ഈ ഒരു സ്കീം ഉള്ളവർക്ക് എന്താണ്, ക്യാഷ്ലെസ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് ആണ് കിട്ടുന്നത്. ആൻഡ് ഈ പറയുന്ന ഭയങ്കരമായ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് പറ്റും. ദെൻ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. അതായത് നമ്മളിപ്പോ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള ഒരു 3 ദിവസത്തെ എക്സ്പെൻസും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, അതായത് നമ്മൾ ഡിസ്ചാർജ് ആയി ഒരു 15 ദിവസത്തേക്കുള്ള എക്സ്പെൻസും ഈ ഒരു സ്കീമിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കീമാണ് അല്ലെ. എല്ലാ ഫാമിലി മെമ്പേഴ്സും കവേർഡ്, അതായത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ന്യൂ ബോൺ ആണെങ്കിലും എല്ലാരും കവേർഡ് ആണ്. ഇപ്പോ നമ്മൾ പൊതുവെ ഒരു ഇൻഷുറൻസ് പോളിസി കാര്യങ്ങൾ എടുക്കാൻ പോകുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി പ്രിവൈലിംഗ് ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അത് കിട്ടില്ല, ചിലപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് എമൗണ്ട് വരാം. സോ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ഉള്ള ആൾക്കാർ ഉൾപ്പെടെ ഈ ഒരു സ്കീമിൽ കവേർഡ് ആണ്. ആൻഡ് ഇവർക്കൊരു എംപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്, പബ്ലിക് ഹോസ്പിറ്റൽസും ഉണ്ട്. സോ ഇവർക്ക് ഈ പറയുന്ന ഇവിടെ വിസിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 1393 മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ കവേർഡ്. ഇപ്പൊ ട്രീറ്റ്മെന്റ്സ്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി പോലത്തെ കാര്യങ്ങൾ, ഇങ്ങനെ പലതും ഇതിനുള്ള കവേർഡ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് എല്ലാ ഹോസ്പിറ്റലുകൾക്കും, ഇപ്പൊ പാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾക്കെല്ലാം ഈ ഗവൺമെന്റ് നേരിട്ടായിരിക്കും പേയ്മെന്റ് കൊടുക്കുന്നത്. നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു പേയ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത്രയുമാണ് അതിന്റെ ഫീച്ചേഴ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. then അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ബെനിഫിറ്റ് ചെയ്താൽ, ഒന്ന് എന്താണ്, 5 lakh ആണ് പെർ ഫാമിലി എലിജിബിലിറ്റി പെർ ആനം, ഒരു വർഷത്തേക്കാണ് കേട്ടോ, കംപ്ലീറ്റ് ഒന്നും അല്ല. ആൻഡ് സെക്കൻഡറി ടെർഷറി സെക്ടേഴ്സ് ആണ്, കണ്ടീഷൻസ് ആണ് കവർ ചെയ്യുന്നത്. ദെൻ ഒരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഇത് ആക്സസബിൾ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അതിനുള്ള എന്തൊക്കെ എക്സ്പെൻസസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, നമുക്കൊരു ഡൗട്ട് വരാല്ലേ ഇത് എന്തൊക്കെ കവർ ചെയ്യുന്നുള്ളത്. നോക്കിയേ, മെഡിക്കൽ എക്സാമിനേഷൻസ്, അതായത് നമ്മൾ ഡോക്ടർ മെഡിക്കലി എക്സാമിൻ ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ്സ് എടുക്കാം, ദെൻ ഡോക്ടർ കൺസൾട്ടേഷൻസ് ഉണ്ട്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്, മെഡിസിൻസ് തരുന്നുണ്ട്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് ICUs പോലത്തെ പരിപാടികളെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ്. ഡയഗ്നോസ്റ്റിക് ആൻഡ് ലബോറട്ടറി, ഇപ്പൊ ലാബിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ എല്ലാം, ഇംപ്ലാന്റേഷൻ സർവീസസ്, ദെൻ നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ, ദെൻ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അതും കവർ ചെയ്യുന്നതാണ്. 15 days വരെയുള്ള പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും ഇതിൽ കവേർഡ് ആണ്. അപ്പൊ ആ ഒരു സ്കീം എന്ന് പറയുന്നത് നമ്മുടെ പോർഷനിൽ ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഇല്ലെങ്കിലും നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ.
സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 1 നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്തു. 2 പാർട്ടായിട്ടാണ് കവർ ചെയ്തത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്നായിരുന്നു നമ്മുടെ യൂണിറ്റിന്റെ പേര്. സോ നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ, നമ്മളൊരു ബേസിക് കോൺസെപ്റ്റ്സ് കാര്യങ്ങൾ പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീം കാര്യങ്ങളെല്ലാമാണ് ഇതിനുള്ള പറഞ്ഞത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ PMJA പറഞ്ഞു, ദെൻ NHM, അതാണ് നമ്മൾ മെയിൻലി ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് കേട്ടോ. സോ നമുക്ക് അടുത്തതിൽ കാണാം. താങ്ക് യു.